അദ്ദേഹം പറഞ്ഞതായും കളക്ടർ പറയുന്നു. ഇപ്പോൾ CPM ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം ചേരുന്നുണ്ട്. ശ്രീ രാജു എബ്രഹാം, ഈ ജോസഫ് ജോർജ് അവിടുത്തെ നാരങ്ങാനം വില്ലേജ് ഓഫീസർ കളക്ടർക്ക് നൽകിയ പരാതിയിൽ പറയുന്നത് ഇനി അവിടെ ജോലി ചെയ്യാൻ വയ്യ, എന്നെ ഇവിടെ നിന്ന് മാറ്റണം എന്നാണ്. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം CPM ഏരിയ സെക്രട്ടറി MV സഞ്ജു ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ്. ഇങ്ങനെ CPM ഏരിയ സെക്രട്ടറിമാരൊക്കെ ഉദ്യോഗസ്ഥരെ, ഇപ്പം ഈ ഉദ്യോഗസ്ഥനെതിരെ പരാതിയുണ്ട്, അദ്ദേഹത്തിനെതിരെ നേരത്തെ നടപടി ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ വകുപ്പ് തലത്തിൽ ഉണ്ടാകേണ്ടതാണ്. CPM നേതാക്കൾ ഇങ്ങനെ കയറി ഇടപെടേണ്ട കാര്യമുണ്ടോ? അല്ല, അവിടെ MV സഞ്ജു വളരെ മികച്ച നിലയിൽ ഏരിയ കമ്മിറ്റി സെക്രട്ടറി എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ കരുത്തിന്റെ കുടിശ്ശിക അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം അടയ്ക്കാമെന്ന് കൃത്യമായിട്ട് പറഞ്ഞു. പക്ഷെ അതിനുശേഷം അദ്ദേഹം പ്രകോപനം ഉണ്ടാക്കുന്ന വർത്തമാനങ്ങളിലേക്ക് അദ്ദേഹം കടന്നു. എന്താണ് അദ്ദേഹത്തിന് അങ്ങനെ പ്രേരിപ്പിച്ചത് നമുക്ക് അറിഞ്ഞുകൂടാ. പ്രകോപിപ്പിച്ച് ഒരാളെ കൊണ്ട് മറുപടി പറയിപ്പിക്കുക, അപ്പൊ സ്വാഭാവികമായിട്ടും ഏത് വ്യക്തിയാണെന്നുണ്ടെങ്കിലും അത് പ്രതികരിക്കും. വളരെ അപൂർവം ആളുകൾ മാത്രമേ അത് പ്രതികരിക്കാതിരിക്കത്തുള്ളൂ. അപ്പൊ അങ്ങനെ വീണ്ടും വീണ്ടും പ്രകോപനം ഉണ്ടാക്കുന്ന ഓഡിയോ ക്ലിപ്പ് നിങ്ങളുടെ ഉണ്ടാവും. അതൊരു പബ്ലിക് ഡൊമൈനാണ്. അപ്പൊ തീർച്ചയായിട്ടും അത്തരത്തിലൊരു പ്രകോപനം ഉണ്ടാക്കുന്ന വർത്തമാനം വില്ലേജ് ഓഫീസർ പറയാൻ പാടില്ലായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഹിസ്റ്ററി ഇപ്പൊ നമ്മൾ ജില്ലാ കളക്ടർ പറയുന്നത് കേട്ടു. അതുപോലെ തന്നെ മാതൃഭൂമിയുടെ റിപ്പോർട്ടർ തന്നെ റിപ്പോർട്ട് ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ എതിരായിട്ടുള്ള അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളെ പറ്റി പറഞ്ഞു. വകുപ്പ് തലങ്ങളിലുള്ളതാണെങ്കിൽ പോലും ഒരു ഉദ്യോഗസ്ഥൻ എപ്പോഴും മാതൃകാപരമായി പ്രവർത്തിക്കേണ്ട വ്യക്തിയാണ്. അദ്ദേഹം പൊതുജനങ്ങളോട് എങ്ങനെ പെരുമാറണം എന്നുള്ളതിനെ സംബന്ധിച്ച പെരുമാറ്റ ചട്ടമുണ്ട്. അങ്ങനെ എല്ലാം നിൽക്കുമ്പോഴാണ് കരമടയ്ക്കേണ്ട ഒരു വ്യക്തിയെ സ്വീകരിച്ച് തിരികെ വന്ന് 2 ആഴ്ചക്കുള്ളിൽ തന്നെ ഇത്തരത്തിലുള്ള 2 സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും സർക്കാരിന് നേതൃത്വം നൽകുന്ന പാർട്ടിയാണ്, അതിൽ നടപടി ഉണ്ടാവേണ്ടതാണ്, റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട് നടപടി ഉണ്ടാവേണ്ടതൊക്കെയാണ്. പക്ഷേ ഈ അങ്ങ് തന്നെ പറയുന്ന മാതൃകാപരമായി പ്രവർത്തിക്കുന്ന MV സഞ്ജുവിന്റെ ഓഡിയോ സന്ദേശം നാട്ടുകാർ മുഴുവനും കേട്ടതാണ്. ഈ തുടർ ഭീഷണികളും CPM ഹാൻഡിലുകളാണ് എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ പരാതി അത് CPM അംഗീകരിക്കുന്നുണ്ടോ? അല്ല, ഇന്നലെ ഉണ്ടായ ഫോൺ കോളുകൾ CPM-മായി യാതൊരു ബന്ധമുള്ള കാര്യങ്ങളല്ല. ഇദ്ദേഹത്തിന്റെ പ്രവൃത്തി നമുക്കറിയാം. ഇദ്ദേഹം ജോലി ചെയ്തിടത്തെല്ലാം ഇദ്ദേഹം ശത്രുക്കളെ ഉണ്ടാക്കിയാണ് കടന്നു വന്നിട്ടുള്ളത്. ഇങ്ങനത്തെ അവസരത്തിൽ ആരെങ്കിലും അവസരം മുതലെടുത്ത് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ആ ഫോൺ കോളുകളെല്ലാം ഉണ്ട്. അദ്ദേഹം അത് കൊടുക്കട്ടെ. അതിനെപ്പറ്റി ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണെങ്കിൽ ഞങ്ങൾ അന്വേഷിക്കാം. ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ആരെങ്കിലും ആണ് അങ്ങനെ ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സംബന്ധിച്ച് നടപടി ഉണ്ടാവും. മിനിഞ്ഞാന്ന് നടന്ന സംഭവം എന്ന് പറയുന്നത് ബോധപൂർവ്വം അദ്ദേഹം സൃഷ്ടിച്ച സംഭവമാണ്. പ്രകോപനം ഉണ്ടാക്കിയ ഒരാളെ കൊണ്ട് മറുപടി അറിയിപ്പിക്കുക.